അപ്പോൾ ഹലോ ഗായ്സ്, എല്ലാവർക്കും ബ്ലാസ്റ്റേഴ്സ് ഫെയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഈ വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ നമ്മളിന്ന് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട 3 അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. സോ ആ 3 അപ്ഡേറ്റിലേക്ക് പോകുന്ന മുന്നേ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിങ്ങളുടെ ലൈക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തായാലും നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. അതെ, ബിപിൻ സിംഗും കേരള ബ്ലാസ്റ്റേഴ്സുമായി തന്നെയാണ് ഇപ്പോൾ അപ്ഡേറ്റുകൾ പരന്നുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സും ബിപിൻ സിംഗുമായിട്ട് നിലവിൽ 2 വർഷ കോൺട്രാക്റ്റ് ഒപ്പിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് റൂമറുകൾ വരുന്നത്. സോ ബിപിൻ സിംഗുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ബിപിൻ സിംഗിനെ തന്നെ വേണമെന്ന രീതിയിലാണ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമെന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഒക്കെയാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് ഇപ്പം കേൾക്കാൻ പറ്റുന്നത്. സോ ബിപിൻ സിംഗ് എന്ന് പറയുന്നത് മുംബൈ സിറ്റിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ്. അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയിലും കളിച്ചിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഇതാ മാർക്കസ് മെർഗുലാവിനോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന ബിപിൻ സിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു പ്ലെയർ വരുമോ എന്നൊക്കെ ആയിരുന്നു ഒരു ആരാധകൻ്റെ ചോദ്യം. എന്തായാലും അതിന് മാർക്കസ് മെർഗുലാവോ നിലവിൽ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. ഇതിൽ ബിപിൻ സിംഗ് തന്നെയാണെന്നുള്ള രീതിയിലാണ് റൂമറുകൾ വരുന്നത്. മാതൃഭൂമിയിൽ നിന്നൊക്കെ ഒരു മാർക്കസ് മെർഗുലാവ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഒരു 5 കോടിയുടെ ഒരു ബിഗ് ഫിഷ് വരുന്നുണ്ടെന്ന്. സോ അത് ബിപിൻ സിംഗ് ആയേക്കും എന്ന് തന്നെയാണ് ചിലവരുടെയൊക്കെ റിപ്പോർട്ടുകൾ അനുസരിച്ച് പറയുന്നത്. സോ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു വാർത്തയാണ് ഇത് ഇങ്ങനെ പുറത്തുവിട്ടിരിക്കുന്നത്. ബിപിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്കെന്ന് പറഞ്ഞ റൂമർ. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ബിപിൻ സിംഗ് വരികയാണെങ്കിൽ നോഹ സദോയി അല്ലെങ്കിൽ നമ്മുടെ അമാവിയെ രണ്ടിലൊരാളെ ഒഴിവാക്കേണ്ടി വരും തീർച്ചയായും. പ്രത്യേകിച്ച് നോഹ സദോയ്ക്കൊക്കെ ഒരുപാട് അധികം സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. സോ നോഹ സദോയെ കളയേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബിപിൻ സിംഗ് വരും എന്ന് ഞാൻ പറയുന്നില്ല, ബിപിൻ സിംഗ് വരുമെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ ബിപിൻ സിംഗ് വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം നല്ലൊരു ഇന്ത്യൻ പ്ലെയറാണ്, ഇന്ത്യൻ പാക്കേജാണ്. സോ നോഹ സദോയ് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല സെക്കൻഡറി സ്ട്രൈക്കറോ അല്ലെങ്കിൽ 2 മിഡ്ഫീൽഡേഴ്സ് എന്ന രീതിയിലൊക്കെ കൊണ്ടുവരാൻ പറ്റും. സോ നമുക്കാണെങ്കിൽ 2021-22 സീസണിൻ്റെ പാറ്റേണും ഉണ്ടാക്കിക്കൂടെ. സോ ഇതാണ് ഇന്നത്തെ ബിപിൻ സിംഗുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ്. ബിപിൻ സിംഗിൻ്റെ കാര്യത്തിൽ നടക്കുന്ന എനിക്കൊരു ഉറപ്പും ഞാൻ പറയുന്നില്ല. നമ്മൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് പുറത്ത് വിട്ടതാണ്. സോ നമുക്ക് എന്തായാലും അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ബന്ധപ്പെട്ടാണ്. സോ അതിൽ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത് ഭയങ്കര ക്ലിയറാണ്. സൂപ്പർ കപ്പിന് മുന്നേ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് എത്തിയേക്കും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. മാത്രമല്ല ഇപ്പം കറങ്ങുന്ന റൂമർ അനുസരിച്ച് കോച്ചിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഈ ഒരു കോച്ച് എന്ന് പറയുന്നത് നമ്മൾ ചിത്രത്തിൽ കാണുന്ന ഈ കോച്ചിൻ്റെ പേരെന്ന് പറയുന്നത് ജിനോ ലെട്രായി എന്ന് പറയുന്നൊരു കോച്ചിനെയാണ് നിലവിൽ സ്വന്തമാക്കാൻ നോക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. എനിക്ക് ഈ പേര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറന്നു പോകും. സോ ജിനോ ലെട്രായി എന്ന് പറയുന്ന ഒരു കോച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തായ് ലീഗിലാണ് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ അവസാനത്തെ 5 കളി നോക്കുകയാണെങ്കിൽ 5 കളിയും തോറ്റിരിക്കുകയാണ്. സാക്കിങ്ങിൻ്റെ വക്കിലാണ് ആ കോച്ച് എന്ന് പറയേണ്ടി വരും. അതും 5-0 ഈ അവസാന മത്സരങ്ങൾ തോറ്റിട്ടുള്ളത്. അതും കൂടി ഓർക്കുക, 5 മത്സരങ്ങളാണ്. ഈ സെയിം സാലറി ഇതിനേക്കാൾ ബെറ്റർ മൈക്കൽ സ്റ്റെയറയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മൈക്കൽ സ്റ്റെയർ ഇത്ര വലിയൊരു തോൽവികൾ ഉണ്ടായിട്ടില്ല. സോ മൈക്കൽ സ്റ്റെയറിനേക്കാൾ മോശം കോച്ചിനെയാണ് മൈക്കൽ സ്റ്റെയർ ചെയ്തത്. ഇവാൻ വുക്കോമനോവിച്ച് എന്ന് പറഞ്ഞ കോച്ചിന് പകരം കൊണ്ടുവന്നു മൈക്കൽ സ്റ്റെയർ. ഒരു ഫ്ലോപ്പ് കോച്ചായിരുന്നു, നമുക്ക് അദ്ദേഹത്തിന് കരിയർ എടുത്ത് നോക്കി തന്നെ മനസ്സിലാവും. സോ ഈ ഒരു കോച്ചിന് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തൊരു ബാഡ് ചോയ്സ് തന്നെയായിരിക്കും. ഇറ്റലിക്കാരനൊക്കെയാണ്, പക്ഷേ ഈസ് വെരി ബാഡ് കോച്ച്. എനിക്കൊന്നും പറയാനില്ല. ഇത് കൊണ്ടുവന്ന വലിയൊരു നഷ്ടം തന്നെയായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം. അടുത്തൊരു സീസണും കൂടി ഫ്ലോപ്പ് ആവും എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനേക്കാൾ ബെറ്ററാണ് നമ്മുടെ ഇവാൻ വുക്കോമനോവിച്ച്. എന്തുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരില്ല? അദ്ദേഹം റെഡിയാണ് വരാൻ. ഈ ഒരു കോച്ചൊന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാനേജ്മെൻറ്റിനെ നൈസായി തട്ടാം. അവസാനം കിട്ടിയ റിപ്പോർട്ട് വെച്ച് സൂപ്പർ കപ്പിൻ്റെ ട്രെയിനിങ് മാർച്ച് 24 തന്നെ തുടങ്ങും എന്നാണ് നിലവിൽ മാതൃഭൂമി ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് അതിൻ്റെ സൂപ്പർ കപ്പ് നേടാനുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് നടത്തുന്നത് എന്ന് തന്നെ. സൂപ്പർ കപ്പിന് നല്ല രീതിക്ക് തന്നെ ട്രെയിനിങ് തുടങ്ങുന്നത് മാർച്ച് 24 ഇപ്പം കിട്ടുന്നത്. അത് വളരെ നേരത്തെ തന്നെ തുടങ്ങുക എന്നുള്ളതാണ്. മാച്ച് പ്രിപ്പറേഷൻ അത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക സൂപ്പർ കപ്പിനായിട്ടുള്ളത് മാർച്ച് 24 മാതൃഭൂമി റിപ്പോർട്ട്. സോ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ യെസൂസ് ജിമനസിൻ്റെ ഇഞ്ചുറിയൊക്കെ മാറി ആൾ സൂപ്പർ കപ്പ് ആകുമ്പോഴത്തേക്ക് തിരിച്ചെത്തും തന്നെയാണ് കേൾക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ.